ഹലോ ഗായ്സ്, ആലപ്പുഴ ജിംഖാന പടം കണ്ടു വന്നിരിക്കുകയാണ്. ഖാലിദ് റഹ്മാന്റെ ഒരു ബോക്സിംഗ് എന്റർടൈനർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ലാഗും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ വലിയ സ്റ്റോറി ഒന്നുമില്ല, ഒരു സ്പോർട്സ് ഡ്രാമ അങ്ങനെയൊന്നുമില്ല. ഒരു നോർമൽ ആയിട്ട് +2 കുറച്ച് പിള്ളേര് അവർക്ക് ബേസ് മാർക്ക് വേണം, ഏതെങ്കിലും സ്പോർട്സ് യൂസ് ചെയ്യണം. ബോക്സിംഗ് +2 പിള്ളേര് ഒരു പരിപാടിക്ക് പോവാന്നുണ്ടെങ്കിൽ ഒരു ഫണ്ട് ഉണ്ടാവുമല്ലോ. സത്യം ആ ഒരു എടുത്ത രീതി, അതായത് മൊത്തത്തില് ഒരു നൈസ് പടം. എനിക്ക് അത് പറയുന്നത് കാരണം കാസ്റ്റിംഗിന്റെ കാര്യമാണെങ്കിലും അടിപൊളി. നെസ്ലിനാണെങ്കിലും പിന്നെ എടുത്ത് പറയണ ചെറുത് അവന്റെ ഫ്രാങ്കോ ഫ്രാൻസിസ് എന്റെ കളി അവൻ തൂക്കി പറ അവൻ കൊണ്ടുപോയി. അത് ആ സീൻ എന്തായാലും കണ്ടിരിക്കുന്നതാണ്. അത് തിയേറ്റർ എക്സ്പീരിയൻസ് സെറ്റ് സീനായിരുന്നു. പിന്നെ ബോഡി ട്രാൻസ്ഫോർമേഷൻ അത് അടിപൊളിയായി ചെയ്തിട്ടുണ്ടാണ്. പിന്നെ നല്ല ഒരു ബോഡി ലാംഗ്വേജ്, ഒരു ബോക്സറിന്റെ ബോഡി ലാംഗ്വേജ്, ഒരു ഫൈറ്റർ ലുക്ക്, പിന്നെ ഒരു എന്താ പറയാ, ഒരു ടഫ് ഗായ്. അതായത് ഒരു കോച്ചസ് എങ്ങനെ ഉണ്ടാവും അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കറക്റ്റ് ക്യാരക്ടർ, കറക്റ്റ് കാസ്റ്റിംഗ്. പിന്നെ ഗണപതി, പിന്നെ ന്യൂ ഫേസ് അനഗാരവി, ചെറിയ റോളാണെങ്കിലും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും, റിംഗിൽ നടക്കുന്ന ഫൈറ്റ് സീൻസ് എല്ലാം നീറ്റായിട്ട്, മൂവ്മെന്റ് ആണെങ്കിലും ഡിഫെൻഡിങ് ആണെങ്കിലും അറ്റാക്ക് ആണെങ്കിലും നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ബോക്സേഴ്സിന് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. പോലെ പണ്ട് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. സോ ഒരു സ്പോർട്സിൽ താല്പര്യമുള്ള ഒരു ടീമാണ്, ഒരു വല്ല മാർഷൽ ആർട്സ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ റിലേറ്റ് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാവും അതിൽ. കാരണം ഈ ട്രെയിനിങ് സീൻസ്, അങ്ങനെ ചെറിയ ചെറിയ മൈൻഡ് ആയിട്ടുള്ള കുറെ സീൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഫൺ പാർട്ടാണ് ഫിലിമിന്റെ. നെസ്ലിൻ, ലുക്മാൻ, പിന്നെ ഗണപതി, ഇവരിനൊക്കെ പുറമെ പിന്നെ ബേബി ജി കൗണ്ടേഴ്സ് അല്ലേ? സത്യം. കാർത്തിക് എന്ന് പറഞ്ഞ പുള്ളിയുടെ വരും. പിന്നെ കൗണ്ടർ പറയും, പടം രണ്ടു മൂന്ന് കൗണ്ടർ പോയി. അത് നൈസായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കഥ എന്ന് പറയാനില്ല, പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇരുത്തി കാണാൻ നോക്കും. അങ്ങനത്തെ നമുക്കൊരു യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കാണില്ലേ, നമ്മള് ഈ കരിക്ക് അങ്ങനെയൊക്കെ എടുക്കുന്ന ഒരു വീഡിയോസ്, അതൊന്നും വലുതാക്കിയിട്ട് 2.5 മണിക്കൂറിൽ ഇട്ടു പോലെ ഉണ്ടായിരുന്നു. പടം തുടങ്ങിയത് കഴിഞ്ഞ് എനിക്ക് അറിഞ്ഞില്ല. ഇന്റർവെൽ ആയപ്പോഴാണ് പെട്ടെന്ന് ഫുൾ ബോക്സിംഗിന്റെ രീതിക്കാണ് പോകുന്നത് പടം. ഫുൾ റിംഗ് ബോക്സിംഗ് മാച്ച് അങ്ങനെ. ഈ ബോക്സിംഗ്, ഈ റിംഗിലുള്ള ഫൈറ്റ്സ് കാര്യങ്ങളാണ്, ഈ ഫൈറ്റ് സീക്വൻസസ്, പഞ്ച് എല്ലാം നീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഒരു ഫേക്കിംഗ് ഷോ ഓഫ് ഒന്നുമില്ല. ലൈക്ക് എങ്ങനെയാണോ പ്യൂർ ബോക്സിംഗ് ഉണ്ടാവുക അതേപോലെ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. കാരണം ചില പടങ്ങളൊക്കെ കാണിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ച് അങ്ങനെ പറന്നു വീഴുക, ഈ അടിച്ച് ഇങ്ങനെ ആ സീനൊന്നുമില്ല. നീറ്റ് ക്ലീൻ ബോക്സ്. ആക്ടേഴ്സും പറഞ്ഞ പോലെ നല്ലോണം അടി വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. അതെ, വേണ്ടവിടെ അടി കിട്ടുന്നുണ്ട്, വേണ്ടവിടെ അടി കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നോർമലി ഒരു ബോക്സിംഗ് മൂവി അല്ലെങ്കിൽ സ്പോർട്സ് മൂവി എന്ന് പറയുമ്പോൾ അടി കിട്ടും, വീഴും, പിന്നെ അവന് മോട്ടിവേഷൻ വരും, എണിക്കും, ചാമ്പ്യൻ അങ്ങനത്തെ സ്റ്റോറി അല്ല. ബോക്സിംഗ് ആണെങ്കിലും മാർഷൽ ആർട്സ് ഫിലിംസ് ആണെങ്കിലും ആക്ഷൻ പാക്ഡ് ആയിട്ടായിരിക്കും അവർ എടുക്കാൻ നോക്കുക. ആക്ഷൻ ഫൺ പാർട്ടും കാര്യങ്ങളെല്ലാം ഒഴികെ കുറച്ച് ഇമോഷൻസും, പിന്നെ അടി കുറച്ച്, അതായത് ഹീറോ ആയിരിക്കണം അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഹീറോ ഇല്ല. അതാണ് ഏറ്റവും പ്ലസ് ഈ പടത്തിന്റെ. ഇവിടെ ഒരു മെയിൻ ഹീറോ ഇല്ല, എല്ലാവർക്കും റോൾസ് കറക്റ്റ് ആയിട്ട് പാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതില് നെസ്ലിനാണ് മാസ് സീൻസ് എന്ന് പറഞ്ഞാൽ സെറ്റ്. അവന് കൊടുക്കുന്ന റോള് എപ്പോഴും പോലെ നല്ല പക്ഷെ ചെറുത് എന്തായാലും പടം ഇവന് ഫ്രാങ്കോ ഫ്രാൻസിസിന്റെ സീൻ നന്നായി പറ്റിയിട്ടുണ്ട്. പക്ഷെ നല്ല ഫാനായിട്ട് ഞങ്ങളുണ്ടാ, പേഴ്സണലി ബിഗ് ഫാൻ ഇനി ഇപ്പൊ തൊട്ടിട്ട്. സോ ഇതൊക്കെയാണ്. പിന്നെ ഡയറക്ഷൻ ഒന്നും പറയാൻ ആവശ്യമില്ല, എപ്പോഴും പോലെ ആള് വന്നിട്ടായിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. തല്ലുമലയിലുള്ള പോലത്തെ കുറെ സീക്വൻസ് ഉണ്ട്, ഫൈറ്റ് സീൻസ്, ബോക്സിംഗ് സീൻസ്, ആ പഞ്ചസ് ഒക്കെ കൊടുക്കുന്ന ആ ഷോട്ട്സ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ക്ലീൻ നല്ല എഡിറ്റിംഗ് തന്നെയാണ്. അതുപോലെ അതല്ല സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ കാര്യം സിനിമ പറയുമ്പോൾ
ഡയലോഗ്സ് അടിപൊളിയായി ചെയ്യും. അത് നല്ല രീതിക്ക് നമുക്ക് പ്രതീക്ഷ നിരാശപ്പെടുത്തിയില്ല, നന്നായി ചെയ്തു. ഫൺ കോമഡി സീൻസ് ഉണ്ടാവും അവരുടെ സിനിമയിൽ എപ്പോഴും. അതും നന്നായി ബാലൻസ് ചെയ്തത്. ഇതിൽ കുറെ ന്യൂ ഫേസസ് ഉണ്ട് ഇതിൽ അഭിനയിക്കുന്നതില്. ബേബി ജീനൊക്കെ അഭിനയിക്കുക ആദ്യമായിട്ടാണ് നമ്മൾ ഇതൊരു ഫൺ മൂഡിൽ കാണുന്നത്. റാപ്പ് മാത്രമേ നമ്മൾ കണ്ടത്. സോ ഇതൊക്കെയാണ് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം. ഹോളിഡേസ് എല്ലാം വരാൻ പോവാണ്. പോവാ, ഫാമിലിയായിട്ടും കാണാം, പിള്ളേരായിട്ടും കാണാം. അടിപൊളി പടം, മിസ് ചെയ്യാതെ കാണാം. ഇതിന്റെ ഒപ്പം വേറെയും കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കാണുന്നതായിരിക്കും, അതിന്റെ റിവ്യൂസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.